നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ കോഴഞ്ചേരിയിലെ ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിലാണ്. ഇവിടെ അവരുടെ ലിവിംഗ് റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫോർമൽ ലിവിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത്. നമുക്ക് എപ്പോഴും ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ഫോർമൽ ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത് ഒരു പോഷ് ലുക്ക് ഉണ്ടാകാനായിട്ട് എപ്പോഴും മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ആർക്കിടെക്ട്സ് ആയാലും ഡിസൈനർ ആയാലും ക്ലയൻ്റ് ആണെങ്കിലും. അപ്പോൾ അതിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് കർട്ടൻ. അപ്പോൾ കർട്ടൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എപ്പോഴും പല ആൾക്കാരും ഡൗട്ടാണ്. കർട്ടൻസിൽ എപ്പോഴും നമുക്കൊരു പോഷ് ലുക്ക് വരണമെങ്കിൽ ഏറ്റവും നല്ലത് ടോപ്പ് ടു ഡൗൺ, അതായത് സീലിംഗിൽ നിന്ന് ഏറ്റവും താഴെ വരെ കൊടുക്കുന്നതാണ് നമുക്ക് കർട്ടനിൽ നല്ലൊരു പോഷ് ലുക്ക് കിട്ടാൻ നല്ലത്. നിങ്ങളിപ്പോൾ ഇവിടെ തന്നെ കാണുന്നത് സീലിംഗിൽ നിന്നും കർട്ടൻ നേരെ താഴെ വരെ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ എല്ലാവരും ചെയ്യുന്നത് കർട്ടനിൽ 2 ലെയറിലാണ് കർട്ടൻ ചെയ്യുന്നത്. ഒന്ന് ഷിയർ ബാക്ക് സൈഡിൽ കൊടുക്കും, പിന്നെ ഫ്രണ്ടിൽ മെയിൻ കർട്ടൻ കൊടുക്കും. അങ്ങനെ 2 സൈഡിൽ കർട്ടൻ കെട്ടി വെക്കും, ഷിയർ ബാക്ക് സൈഡിൽ കിടക്കുകയാണ്. അതാണ് നോർമലായിട്ട് എല്ലാ ആൾക്കാരും ചെയ്യുന്നൊരു മെത്തേഡ്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുണി കൂടുകയാണ്. തുണി കൂടുതൽ വേണം, സ്വാഭാവികമായിട്ടും കോസ്റ്റ് കൂടും. അതേപോലെ തുണി കൂടുമ്പം മെയിൻ്റനൻസ് കൂടും. അത് വേറെ രീതിയിൽ ഒരു എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് മെയിൻ കർട്ടനും ഷിയർ കർട്ടനും ഒരേ ലെയറിലാണ് ഇവിടെ നമ്മൾ അലൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒറ്റ ട്രാക്കിലാണ് മെയിൻ കർട്ടനും വന്നിട്ടുണ്ട്, ഷിയർ കർട്ടനും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ വന്നാൽ ഇവിടെ ഇരുന്നാൽ പോലും അത് മനസ്സിലാകത്തില്ല ഇത് രണ്ടും ഒരേ ലെയറിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എന്തിനങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, നമുക്ക് വീടുകളിൽ സാധാരണയായിട്ട് വെട്ടം കയറാനായിട്ട് എപ്പോഴും നടുക്കത്തെ ഏരിയ ആയിരിക്കും തുറന്നിടുന്നത്. സോ ആ നടുക്കത്തെ ഏരിയ ഇവിടെ തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഷിയർ കൊടുത്തിരിക്കുന്നു. 2 സൈഡിലേക്ക് നമ്മൾ മെയിൻ കർട്ടൻ കൊടുത്തിരിക്കുകയാണ്. ആ മെയിൻ കർട്ടൻ കൊടുത്തേക്കുന്നത് ഇവിടെ വേറൊരു തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ മെയിൻ കർട്ടൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബ്രൗൺ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം, ബ്രൗണിൻ്റെ ഡാർക്ക് ഷെയ്ഡിൽ തുടങ്ങി ലൈറ്റ് ബേജിലേക്ക് വരുന്ന രീതിയിലാണ് ഇവിടെ കർട്ടൻ അലൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ ഫർണിച്ചറുമായിട്ട് നോക്കുമ്പോൾ വളരെയധികം ഭംഗിയാണ് ഈ ഒരു കർട്ടൻസിന് പോയിരിക്കുന്നത്. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ, ഈ ഒരു ലെയറിൽ ഒറ്റ സിംഗിൾ ലെയർ നമ്മൾ കർട്ടൻ ചെയ്യുമ്പം വേറൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ വീടുകൾ സാധാരണയായിട്ട് പണിയുമ്പോൾ വീടുകളുടെ വീതി അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കർട്ടൻസ് ഇടുമ്പോഴത്തേക്കും സൈസ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം സൈസ് അല്ലെങ്കിൽ അതിൻ്റെ വീതി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കർട്ടനിലിടുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഫീറ്റ് വിട്ടിട്ട് വേണം നമ്മൾ സോഫ എപ്പോഴും അലൈൻ ചെയ്യാൻ. ഇല്ലെങ്കിൽ സോഫ കർട്ടനിൽ ഇടിച്ചിരിക്കുകയും ആ കർട്ടൻ ഇട്ടിരിക്കുന്നതിൻ്റെ ഭംഗി എപ്പോഴും നഷ്ടപ്പെടുകയും ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും കർട്ടൻ ഇടുന്നതിന് ഒരു ഭിത്തിയുടെ അവിടെ നിന്നൊരു 1 ഫീറ്റ് വിട്ടിട്ടേ സോഫ അലൈൻ ചെയ്യാവുള്ളൂ. ഈ ഞങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ ഒരു ലെയർ തന്നെ കർട്ടൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരടി എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 20 സെൻറ്റിമീറ്റർ കുറയ്ക്കുക. അപ്പം ഭിത്തിയിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നിങ്ങൾക്ക് ഈ സോഫ അല്ലെങ്കിൽ ഈ സെറ്റ് ഇടാൻ സാധിക്കും. അങ്ങനെ കുറച്ചുകൂടെ സ്പേസ് കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് സിംഗിൾ ലെയർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ പെൽമെറ്റ് ചെയ്തിട്ടുണ്ട്. പെൽമെറ്റ് ചെയ്തുകൊണ്ട് കർട്ടൻ്റെ മുകളിലത്തെ ചാനൽസ് മറ്റു കാര്യങ്ങളൊന്നും കാണത്തില്ല. സോ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള പോഷ് ആയിട്ടുള്ള കർട്ടൻ ഐഡിയാസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്.